हरे कृष्णा सर्वम कृष्णा अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा भवनपुरेशन की जय। ओम ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദ പുരാണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് വായിക്കുമായിരുന്നു.
എല്ലാ ഗ്രൂപ്പിലും വന്നോ? ഫീമെയിൽ ഗ്രൂപ്പിൽ വന്നോ? ചന്ദ്രികമ്മ, അപ്പൊ നമ്മുടെ ഫീമെയിൽ ഗ്രൂപ്പിൽ വന്നോ ലിങ്ക്? നോക്കിക്കേ. പക്ഷെ എനിക്ക് കാണുന്നില്ല, എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല ഗ്രൂപ്പിൽ ലിങ്ക് വന്നതായിട്ട്. FB ഗ്രൂപ്പിലും യൂട്യൂബ് ഗ്രൂപ്പിലൊക്കെ വന്നോ ലിങ്ക്, ക്ലാസിന്റെ ലിങ്ക്? മെയിൽ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. FB ഗ്രൂപ്പിലും യൂട്യൂബ് ഗ്രൂപ്പിലും വന്നോ എന്ന് ചെക്ക് ചെയ്യൂ. ലിങ്ക് വന്നു. ഓക്കെ, ഫൈൻ, ശരി. അപ്പം ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941. എന്നത്തെയും പോലെ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഭവകാണ്ഡത്തിലെ വിവാഹ മണ്ഡപ അലങ്കാരത്തെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ ഒന്ന് കൈലാസം വരെ പോയി, പിന്നെ പാർവതി ദേവിയുടെ തപസ് ചെയ്യുന്ന ആശ്രമത്തിൽ പോയി, അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മൾ വന്നു അല്ലെ. അതിന് മുൻപേ ആയിട്ട് ഗുരുവായൂർ മഞ്ജരീസിൽ നമുക്ക് ഫീമെയിൽസിനും മെയിൽസിനുമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്ക് കിട്ടും. അതുപോലെ പ്രഭാത മഞ്ജരി, ക്ഷേത്രമഞ്ജരി, ജ്ഞാനമഞ്ജരി, മഹാത്മ്യമഞ്ജരി, ഗുരുമഞ്ജരി, ദേവമഞ്ജരി, ഇത്രയും കാര്യങ്ങൾ, ഉച്ചപൂജ, അലങ്കാരം, വിശേഷപ്പെട്ട ദിവസങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ദിവസം പോലുമുള്ള വിശേഷ ദിവസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വിട്ടു പോവില്ല. അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഈസി ആക്സസ് ആണ്. അതുപോലെ എന്താ പറയാ, നമ്മുടെ പ്രഭാത മഞ്ജരിയോടൊപ്പം അതാത് ദിവസത്തെ അതിന് എന്താ പറയാ, പഞ്ചാംഗം അല്ലെ, പഞ്ചാംഗം കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഏതാണ് നക്ഷത്രം, അങ്ങനെയുള്ള കുറച്ച് വിവരണങ്ങളും കൂടെ പ്രഭാത മഞ്ജരിയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഡേറ്റ്, കാര്യങ്ങള്, കുറച്ച് നല്ല കോട്ട്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് നൽകുക. ഉടനെ റിപ്ലൈ വന്നിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതിന് റിപ്ലൈ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഗുരുവായൂരിൽ നമുക്ക് റൂംസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ദയവായി ആരെങ്കിലും ഗുരുവായൂർ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി റൂമിന് ബുക്ക് ചെയ്യാം. പഴയ പോലെയല്ല, ഇപ്പോൾ ഭയങ്കര റഷാണ്. അവിടെ വന്നിട്ട് റൂം എടുക്കാം എന്നൊന്നും കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത് ആർക്കും നേരത്തെ പ്ലാൻ ചെയ്യാൻ കഴിയില്ല, അത് വേറൊരു സത്യം. ഭഗവാൻ വിളിച്ചാൽ നമുക്ക് അവിടെ എത്താം. എങ്കിലും കുറച്ചും കൂടെ നമ്മള് നേരത്തെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഈ കല്യാണം, അതുപോലെ കുട്ടികളുടെ ചോറൂണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നവര് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾക്ക് ഡേറ്റ് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിലൊക്കെ അതൊന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് മെസ്സേജ് ഇടുക. കഴിയുന്നതും മഞ്ജരീസിലേക്ക് ദയവായി ഞാൻ വീണ്ടും 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 റിക്വസ്റ്റ് ചെയ്യുന്നു, വാട്സപ്പ് ഓഡിയോ കോൾ ചെയ്യരുത്. വാട്സപ്പ് ഓഡിയോ കോൾ ആരും ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് ഓഡിയോ കോൾ എന്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെടാറില്ല. പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കില്ല പലപ്പോഴും. അപ്പൊ ദയവായി നിങ്ങൾ വിളിക്കുമ്പോ സാധാ പോലെ ഫോൺ എടുത്തിട്ട് സാധാ പോലെ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് വിളിക്കുക. ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. മഞ്ജരീസിന്റെ നമ്പർ 93 42 അല്ലെ, 93 42. പിന്നെ വരുന്നത് 49 49 41. വളരെ എളുപ്പമുള്ള ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഫാൻസി നമ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങൾ വിളിക്കുമ്പോൾ വാട്സപ്പ് ഓഡിയോ കോൾ വിളിക്കാതിരിക്കുക. പിന്നെ രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ട് ഒരു 5-5:30 വരെ മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക. അത് അഡ്മിൻസിനെ ആയാലും മഞ്ജരീസിലേക്കായാലും. കാരണം എല്ലാവരും ഫാമിലിയാണ്, എല്ലാവരും ജോലിയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആണെങ്കിൽ മനഃപൂർവ്വം നിങ്ങളുടെ കോൾ എടുത്തില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, ഇങ്ങനെയുള്ള പരാതികളൊന്നും ഉന്നയിക്കരുത്. അതൊന്നും പരാതിയല്ല. മഞ്ജരീസില് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പം കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല.
സ്കന്ദഷഷ്ടിയൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചും തോന്നുന്നു. അതുപോലെ എല്ലാവരും നല്ല വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോയെന്ന് തോന്നുന്നു. ഇനി ഒരു സ്കന്ദഷഷ്ടിക്ക് വേണ്ടി നമ്മൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. സ്കന്ദഷഷ്ടിയുടെയും നമ്മുടെ ദീപാവലിയുടെയും അന്നദാനം ഉടൻ തന്നെ നമ്മൾ തിരുത്തണിയിലും ഇവിടെ തൃച്ചാന്തൂരും കൊടുക്കുന്നതായിരിക്കും. ലൈവ് ഇടും. അപ്പൊ അതൊക്കെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. എത്രത്തോളം ഭക്തരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കാൻ സാധിക്കുമോ അത്രത്തോളം ക്ലാസ്സുകൾ എത്തിക്കാൻ ശ്രമിക്കാം. ലൈവിന്റെ ഷെയർ വളരെ കുറവാണ്. എനിക്കത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. കാരണം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ക്ലാസ് ഒക്കെ എടുത്ത്, സന്തോഷമാണ് ക്ലാസ് എടുക്കുമ്പോൾ, ഇല്ല എന്നല്ല, എങ്കിലും നമ്മൾ ജോലിക്കിടയിലൊക്കെ ഓടി വന്നെടുത്ത് ഇത്രയും നല്ല ഭംഗിയായിട്ട് കഥ പറഞ്ഞു തരുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് എത്രത്തോളം പോരായ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തു തരുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യാനാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് പലരും മറന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് മാക്സിമം ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. പേഴ്സണൽ മെസ്സേജുകൾ ഒഴിവാക്കുക. കമന്റ്സിൽ എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ ദയവായി മഞ്ജരീസിന്റെ നമ്പറിലേക്ക് ഇടുക. കമന്റ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് ഇടും. എന്റെ ശ്രദ്ധ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസിന്റെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദയവായി പേഴ്സണൽ മെസ്സേജുകളെല്ലാം കമന്റ്സിൽ അവോയ്ഡ് ചെയ്യുക. ക്ലിയർ? ഇനി വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ്സിലേക്ക് വിശേഷങ്ങൾ പറയാം. സമയം 9 ആയി. നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് തന്നെ പോകാം അല്ലേ? സമയം കളയണ്ട. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും, നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മഹാദേവന്റെയും ദേവിയുടെയും കല്യാണത്തെ കുറിച്ചാണ്. അവര് കല്യാണം തീരുമാനിച്ചു. അവരുടെ കല്യാണം അവരുടെ രക്ഷിതാക്കളും തീരുമാനിച്ചു. സപ്തർഷികൾ വന്ന് കല്യാണത്തിനുള്ള സമ്മതം വാങ്ങി. പർവ്വതരാജന്റെ അടുത്തുനിന്ന്, മേനാദേവിയുടെ അടുത്തുനിന്നും വാങ്ങിച്ചു. വളരെ സന്തോഷത്തോടു കൂടി അവർ ആ കാര്യം മഹാദേവനെ അറിയിച്ചു. എന്തായാലും ഒരു നല്ല നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവാഹ മണ്ഡപ അലങ്കാരത്തെ കുറിച്ചാണ്. ക്ലിയർ? പാർവതി ദേവിയെ ഇന്ദുചൂഡ ഭഗവാന്, അതായത് മഹാദേവന്, അതെ ഇന്ന് കല്യാണത്തിന് പോകാം നമുക്ക് എല്ലാവർക്കും. ഇപ്പം പാർവതി ദേവിയെ ഇന്ദുചൂഡ ഭഗവാന് പാണീഗ്രഹണം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതമരുളിയ പർവ്വതരാജാവ്, അതായത് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന് സമ്മതം പറഞ്ഞ പർവ്വതരാജാവ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുള്ള തിടുക്കത്തിലായി. കാരണം ഒരേ ഒരു മകളുടെ കല്യാണമാണ് അല്ലേ? അപ്പൊ സന്തോഷത്തോടു കൂടി അദ്ദേഹം കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 ലോകത്തിലുള്ള ആളുകളും എന്താ പറയാ അതിശയിക്കുന്നത് പോലെ തങ്ങളുടെ പുത്രിയുടെ വിവാഹം നടത്തണമെന്ന് ആ പിതാവ് ആഗ്രഹിച്ചു. അത് നമ്മുടെ എല്ലാ അച്ഛനമ്മമാരുടെയും ആഗ്രഹമാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ മക്കളുടെ വിവാഹം നടത്തണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പർവ്വതരാജാവും ആഗ്രഹിക്കുകയാണ്. ത്രിലോകങ്ങളിലുമുള്ള ആളുകൾ, ത്രിലോകവാസികളും അതിശയിക്കുന്ന രീതിയിൽ വേണം എന്റെ മകളുടെ കല്യാണം നടക്കാൻ. വിവാഹ ചടങ്ങുകളൊക്കെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി വളരെയധികം ആർഭാടമേറിയതായിരിക്കണം എന്നാണ് നമ്മുടെ ഹിമവാനായിരിക്കുന്ന പർവ്വതരാജാവ്, പാർവതീ ദേവിയുടെ അച്ഛൻ, ആഗ്രഹിക്കുന്നത്. ഹിമശൃംഖങ്ങൾ മോടി പിടിപ്പിക്കാൻ, ആ പർവ്വതം മുഴുവൻ അലങ്കരിക്കാൻ വേണ്ടി ദേവശില്പിയെ അദ്ദേഹം മനസ്സിൽ ധ്യാനിക്കുകയാണ്. പർവ്വതരാജാവിന്റെ പ്രാർത്ഥന കൈക്കൊണ്ടുകൊണ്ട് ദേവശില്പി ഹിമവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തൊഴുതു നിൽക്കാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ചെന്നിട്ട് പർവ്വതരാജാവ് അദ്ദേഹത്തെ ധരിപ്പിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഈ പർവ്വതം അലങ്കരിക്കണം, ഇതുപോലെ എല്ലാം അലങ്കരിക്കണം, എന്റെ മകളുടെ കല്യാണമാണ്, അതിനൊരു കുറവും വരരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ശിവപാർവതി പരിണയത്തിന് അലങ്കാര മണ്ഡപങ്ങൾ പണിയുന്നതിനുള്ള സൗഭാഗ്യം തനിക്ക് സിദ്ധിച്ചിരിക്കുന്നതിനാൽ ദേവശില്പിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. വളരെയധികം സന്തോഷവാനായിരിക്കുകയാണ് ദേവശില്പി. കാരണം എന്താ? മഹാദേവന്റെയും ദേവിയുടെയും, അതായത് ശങ്കരനാരായണന്റെയും നമ്മുടെ പാർവതീ ദേവിയുടെയും വിവാഹമാണ് അല്ലെ? സോറി, ശങ്കരന്റെ, നാരായണൻ എല്ലാം അദ്ദേഹം തന്നെ. അപ്പൊ അതുപോലെ നമ്മുടെ ഭഗവാന്റെ, മഹാദേവന്റെ, ഇന്ദുശൂടന്റെ, കൈലാസനാഥന്റെ വിവാഹമാണ്. അപ്പൊ നമുക്കും മഹാദേവന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം സിദ്ധിച്ചിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മള് സ്കന്ദപുരാണത്തിലൂടെ ഭഗവാന്റെ കല്യാണം കൂടാൻ പോവുകയാണ്. അപ്പൊ അത്യധികം സന്തോഷിക്കുകയാണ് ദേവശില്പി. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് നമ്മളെ ആണല്ലോ അലങ്കാരത്തിന് വിളിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ആകാശം മുട്ടുമാറെ വളർന്നു നിൽക്കുന്ന ദേവദാരുക്കളെ പന്തലിന് കാലുകളായിട്ടും തഴച്ചു വളർന്ന് കാറ്റിൽ ആടി ഉലഞ്ഞു നിന്നിരുന്ന മുളങ്കമ്പുകളെ പന്തലിന്റെ മുകളിൽ നിരത്തുന്നതിനുള്ള കഴകളായും
മേഘാവൃതമായ ആകാശത്തെ പന്തൽ മേയുന്നതിനുള്ള ഓലകളായും ഗിരിശൃംഗങ്ങൾ അലങ്കാര ഗോപുരങ്ങളായും സമതല പ്രദേശങ്ങൾ അതിഥികൾക്കിരിക്കാനുള്ള മോടിയേറിയ വീടുകളായും ആനക്കൊട്ടിലുകളും കുതിരാലയങ്ങളും സേവകന്മാർ തങ്ങുന്നതിനുള്ള പ്രത്യേക സ്ഥല സംവിധാനങ്ങളുമെല്ലാമായി മാറട്ടെ എന്ന് ദേവശില്പി മനസ്സിൽ ധ്യാനിക്കുകയാണ്. ഇവിടെ ആർക്കും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ എല്ലാം ഭംഗിയായി മാറാൻ വേണ്ടി ദേവശില്പി മനസ്സിൽ ധ്യാനിച്ചു. പുഷ്പശരങ്ങളും മയിൽപീലികളും കവരിമാൻ രോമങ്ങളും തന്റെ സൃഷ്ടിയായ മണിമണ്ഡപങ്ങൾക്ക് തോരണങ്ങൾ തൂക്കുമാറാകട്ടെ എന്ന് ആ മയൻ പ്രാർത്ഥിക്കുകയാണ്. ദേവന്മാരും യോഗി ശ്രേഷ്ഠന്മാരും ഗരുഡ ഗന്ധർവന്മാരും സിദ്ധ വിദ്യാധരന്മാരും പന്നക ശ്രേഷ്ഠന്മാരും സുഖ സൗകര്യങ്ങളോടുകൂടി ഇരിക്കാനുള്ള മണിമന്ദിരങ്ങളും യഥോചിതം അമർന്നരുളുന്നതിനുള്ള എല്ലാവർക്കും വന്നിരിക്കാനുള്ള ശ്രേഷ്ഠമായ പീഠങ്ങളും ഇരിപ്പിടങ്ങളും എല്ലാം ദേവശില്പി വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. 10,000 യോജന ദൂരം, ഒന്ന് ആലോചിച്ച് നോക്കണം, 10,000 യോജന ദൂരം വിസ്തീർണമുള്ള വലിപ്പമുള്ള പർവ്വതരാജ കൊട്ടാരം സ്വർണ വർണ്ണ പ്രശോഭിതമാക്കാൻ വേണ്ടി സഭാമണ്ഡപ മധ്യത്തിൽ തന്നെ മംഗളകരമായിരിക്കുന്ന വിവാഹങ്ങൾ ഇത്രയും പേര് ഇരിക്കുമ്പോ ആ സഭയുടെ മണ്ഡപത്തിന്റെ മധ്യത്തിൽ തന്നെ വിവാഹ കർമ്മങ്ങൾ നടക്കുവാനുള്ളതിനുള്ള എല്ലാ മനോഹരമായ രീതിയിലുള്ള കനകമണി നിർമ്മിതമായ, അതായത് സ്വർണത്തിന്റെ മണികൾ കൊണ്ട് നിർമ്മിച്ച കതിർ മണ്ഡപം ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം മനസ്സിൽ പ്രാർത്ഥിച്ചു. ആ വിവാഹ മണ്ഡപശാലയിൽ മുഴുവൻ ചന്ദന കുഴമ്പിൽ കസ്തൂര്യാദി സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് പൂശി പരിമളപൂരിതമാകട്ടെ എന്ന് മനസ്സിൽ ദേവശില്പി ധ്യാനിച്ചു. ബ്രഹ്മാദി ദേവന്മാരെല്ലാം വന്നിരിക്കുന്നതിന് രത്നസിംഹാസനങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹം. അവയ്ക്ക് ഇന്ദ്രധനുസ്സിന് തുല്യമായിരിക്കുന്ന മേഘകാന്തിയോടുകൂടിയിരിക്കുന്ന വെൺതാമര, ചെന്താമര, നീലോൽപലം, ദേവചെമ്പകം മുതലായ പുഷ്പശോഭ ചിന്നുന്നതുള്ള അതുപോലെയുള്ള മേന്മയേറിയ പട്ടുകൾ കൊണ്ട് ആവരണങ്ങളെല്ലാം നൽകി വർണ്ണഭംഗിയേറിയ പല പല നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങളെല്ലാം തൂക്കി നവരത്ന നിർമ്മിത ഹാരങ്ങളെല്ലാം അണിയിച്ച്, നവരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഹാരങ്ങളെല്ലാം അണിയിച്ച് വിവാഹ മണ്ഡപം കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ആര് കണ്ടാലും വളരെ മനോഹാരിത നിറഞ്ഞ നോക്കി നിന്ന് പോകുന്ന ഭംഗിയിലുള്ള രീതിയിലേക്ക് വിവാഹ മണ്ഡപങ്ങൾ ഇങ്ങനെ അണിയിച്ചിരിക്കുകയാണ്, അലങ്കരിച്ചിരിക്കുകയാണ് വിവാഹ മണ്ഡപം. ദേവന്മാർ, മുനിശ്രേഷ്ഠന്മാർ, സുന്ദരസുമുഖികളായിരിക്കുന്ന ഉർവശി, മേനക, രംഭ, തിലോത്തമ മുതലായവരുടെ സുന്ദരമായിരിക്കുന്ന ശില്പങ്ങളെല്ലാം നിർമ്മിച്ച് അവയ്ക്ക് ജീവനുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള അത്രയും ഭംഗിയുള്ള ശില്പങ്ങൾ നിർമ്മിച്ചിട്ട് കയറി വരുന്നിടത്ത് തന്നെ ഗോപുര മണിവാതിൽക്കൽ തന്നെ അവ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. ചിലവയൊക്കെ വെഞ്ചാമരം വീശുന്നത് പോലെയാണ്, ചിലതൊക്കെ ഇങ്ങനെ വെഞ്ചാമരം വീശുന്ന രീതിയിലൊക്കെയാണ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ചിലതൊക്കെ ആലവട്ടം ചുഴറ്റുന്നത് പോലെയും, ചിലതൊക്കെ വാദ്യങ്ങൾ വായിച്ചു നിൽക്കുന്നത് പോലെയും, മറ്റു ചിലവ ആനന്ദ നൃത്തമാടുന്നത് പോലെയും മായാ സൃഷ്ടികൾ നടത്തിയിട്ട് ദേവശില്പി ഇങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയത്തെ അങ്ങ് സന്തോഷിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആര് കണ്ടാലും ഇങ്ങനെ നോക്കി നിന്ന് പോകുന്ന, ജീവൻ തുടിക്കുന്ന, സ്വർണ വർണ്ണ നിർമ്മിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മയിൽപ്പീലികൾ കൊണ്ടും നവരത്നങ്ങൾ കൊണ്ടും എല്ലാം ആ ദേവശില്പി വലിയൊരു മനോഹരമായൊരു വിവാഹ മണ്ഡപം നിർമ്മിച്ചിരിക്കുകയാണ്. പറന്നുയരുന്ന പച്ചക്കിളികൾ, പീലി വിടർത്തിയാടുന്ന മയിലുകൾ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചക്രവാക പക്ഷികൾ, കൗതുകമേറുന്ന വെള്ളരി പ്രാവുകൾ, മതയാനകൾ, പഞ്ചലക്ഷണയുക്തമായിരിക്കുന്ന അശ്വങ്ങൾ, പരാക്രമശാലികളായിരിക്കുന്ന യോദ്ധാക്കൾ മുതലായ കൗതുകമുണർത്തുന്ന ശില്പങ്ങൾ മണ്ഡപത്തൂണിൽ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം. അതുമാത്രമല്ല, അലങ്കാരം എന്ന ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ്, മനോഹരമാക്കിയിരിക്കുകയാണ്. വേദശാസ്ത്ര വിധി പ്രകാരം വിവാഹം നടത്തുന്നതിന് വളരെ അത്യാവശ്യമായി വേണ്ടത് ഹോമകുണ്ഡമാണ്. ആ ഹോമകുണ്ഡവും ചുറ്റിലും ഇരുന്നിട്ട് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിനുള്ള പ്രത്യേകമായിരിക്കുന്ന ഇരിപ്പിടങ്ങളും എല്ലാം ശരിയാക്കിയിട്ട് ഹോമദ്രവ്യങ്ങൾ 8 പാത്രങ്ങളിലായിട്ട് അദ്ദേഹം നിറച്ചു വെച്ചിരിക്കുകയാണ്. സൂര്യകാന്തം, ചന്ദ്രകാന്തം, പളുങ്ക്, സ്വർണം, പവിഴം, മുത്ത്, വൈരം,
തുടങ്ങിയ ശ്രേഷ്ഠമായിരിക്കുന്ന അലങ്കാര സാമഗ്രികൾ കൊണ്ട്, അലങ്കാര വസ്തുക്കൾ കൊണ്ട് കതിർ മണ്ഡപ സ്തൂപങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. കതിർ മണ്ഡപങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ നിർമ്മിച്ചു വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. കതിർ മണ്ഡപത്തിന് ചുറ്റിലും എന്താ ചെയ്തത്? കരിങ്കൂവളം, ചെങ്കൂവളം, വെൺതാമര മുതലായ ശ്രേഷ്ഠമായിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം വികസിച്ചു നിൽക്കുന്ന പൊയ്കകൾ, ആ ഒരു കുഞ്ഞി കുഞ്ഞി കുളങ്ങളെല്ലാം നിർമ്മിച്ചു വെച്ചു. കൽപ്പകം, അകില്, വാഴ, കവുങ്ങ്, പ്ലാവ്, മാവ്, മാതളം മുതലായ വൃക്ഷങ്ങളില് പുഷ്പം, കായ്, ഫലം ഇതെല്ലാം ഇടതൂർന്ന് നിൽക്കുന്നത് പോലെയും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഹിമാലയ പർവ്വതം ശിവപാർവതി പരിണയത്തിനായി ഇപ്രകാരമെല്ലാം അലങ്കരിക്കപ്പെട്ട വാർത്ത ദേവശില്പി പർവ്വതരാജാവിനെ അറിയിച്ചു. ഇതുപോലെയെല്ലാം ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദേവശില്പിയുമൊത്ത് അലങ്കാര ഗോപുരങ്ങളും മണ്ഡപങ്ങളും കതിർ മണ്ഡപവും കാണാൻ ഹിമവാൻ സന്തുഷ്ടമായിരിക്കുന്ന ഹൃദയത്തോടെ അദ്ദേഹത്തെ ആഹ്ലാദത്തോടു കൂടി ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ട് ദേവശില്പി അങ്ങ് സന്തുഷ്ടമായിരിക്കുന്ന പൂർണ്ണമായ ഹൃദയത്തോടെ ഹിമവാൻ എന്തു ചെയ്തു? ദേവശില്പിയെ അങ്ങ് ആഹ്ലാദത്തോടുകൂടി കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അത്രയും സന്തോഷം. എന്നിട്ടോ അദ്ദേഹം ഈ ദേവശില്പിയെ യാത്രയാക്കി. താമസം അനുചിതമാണെന്നറിയാവുന്ന പർവ്വതരാജാവ് വിവേകവും വേഗതയുമുള്ള തന്റെ ദൂതന്മാരെ അരികിലേക്ക് വിളിച്ചു. കാരണം ഇനി ഒന്നിനും സമയമില്ല, വേഗം വേഗം കാര്യങ്ങൾ ചെയ്യണം. പർവ്വതരാജാവ് എന്ത് ചെയ്തു? സമയം വളരെ കുറവാണ്, അലങ്കാരങ്ങളെല്ലാം ഒരുവിധം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം, വേണ്ടേ? അതിന് അദ്ദേഹത്തിന്റെ വിവേകമായിരിക്കുന്ന വേഗതയുള്ള ദൂതന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് ബ്രഹ്മ, വിഷ്ണു, ഇന്ദ്രൻ മുതലായ ദേവന്മാരെയും ഋഷി പുങ്കവന്മാരെയും അവരവരുടെ ഭാര്യമാരെയും എല്ലാവരെയും ഞങ്ങളുടെ വത്സലപുത്രി ശ്രീ പാർവതീ ദേവിയുടെ വിവാഹ വൈഭവം ദർശിച്ച് അനുഗ്രഹങ്ങളെല്ലാം നൽകിക്കൊണ്ട് നമ്മെ ധന്യവാനാക്കണമെന്ന് അറിയിക്കുമാറ് കൽപ്പിച്ചു. എന്താ പറഞ്ഞത്? ബ്രഹ്മദേവനെയും വിഷ്ണു ഭഗവാനെയും ഇന്ദ്രനെയും മറ്റ് ദേവാദി ദേവന്മാരെയും അവരെ ഭാര്യമാരെയും കുടുംബത്തോടെ പോയി ക്ഷണിക്കണം. ഞങ്ങളുടെ വാത്സല്യനിധിയായിരിക്കുന്ന മകൾ ശ്രീ പാർവതീ ദേവിയുടെ വിവാഹത്തിന് വന്ന് എല്ലാവരും അനുഗ്രഹം നൽകണമെന്ന്, ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞു വിട്ടു. വായു വേഗന്മാരാണ് അവര്, വായു വേഗത്തിലാണ് അവര് സഞ്ചരിക്കുന്നത്. മനോവേഗന്മാരാണ്, അതായത് മനസ്സ് സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ അവർ സഞ്ചരിക്കും. ഹിമവത് രാജദൂതന്മാർ, അതായത് ഹിമവാന്റെ രാജദൂതന്മാര് മനസ്സിന്റെ വേഗതയിലാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചിട്ട് 8 ദിക്കുകളിലേക്കും ആ ദൂതന്മാർ ചെന്നിട്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഹിമവാന്റെ പ്രിയപ്പെട്ട മകളായിരിക്കുന്ന ശ്രീ പാർവതീ ദേവിയുടെ വിവാഹം മഹാദേവനും ഒന്നിച്ച് നടക്കാൻ പോകുന്നു. ഹിമവാന്റെ പ്രത്യേക ക്ഷണമുണ്ട്, നിങ്ങൾ കുടുംബസമേതം വന്ന് ദേവിയെ അനുഗ്രഹാശിസുകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് ഹിമവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരെല്ലായിടത്തേക്കും പോവുകയാണ്. എന്നിട്ടോ കൈലാസത്തിൽ ശ്രീ പരമേശ്വരനും ബ്രഹ്മദേവനും വിഷ്ണുവും മറ്റു മൂർത്തിമാരും ദേവേന്ദ്രനെയും തന്റെ ഭൂതഗണങ്ങളെ എല്ലാം നേരത്തോടു കൂടി വിവാഹ വാർത്ത അറിയിക്കുന്നതിന് നന്ദികേശ്വരനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. വേഗം നന്ദികേശ്വരന്റെ അടുത്തും പറഞ്ഞു, എല്ലാവരെയും വേഗം വേഗം അറിയിക്കൂ, ഇനി സമയമില്ല എന്ന് പറഞ്ഞു. നന്ദികേശ്വരൻ മനസ്സിൽ ഓർത്ത സമയം തന്നെ കാലാഗ്നി, രുദ്രൻ, കൂഷ്മാണ്ഡേശ്വരൻ, ഹടാകേശൻ, വീരഭദ്രസ്വാമി, മഹാചാത്തനാർ, ഏകാദശ രുദ്രന്മാർ, രുദ്രഗണങ്ങൾ, കുണ്ഠോദരൻ, ഗണ്ഡാകർണൻ, ഭാനുകമ്പൻ, ശംഖുകർണൻ മുതലായ എല്ലാ ശിവഗണശ്രേഷ്ഠന്മാരും അവരവരുടെ ആശ്രിതരായിരിക്കുന്ന പല കോടി ഭൂതഗണങ്ങളും വിഷ്ണുദേവനും ബ്രഹ്മാവും ഇന്ദ്രാദി ദേവന്മാരും അഷ്ടദിക്പാലകന്മാരും സൂര്യചന്ദ്രാദി ഗ്രഹാധിപന്മാരും നക്ഷത്രങ്ങളും സപ്തകന്യകമാരും സമുദ്രജല പ്രവാഹം എന്നതുപോലെ കൈലാസാദ്രിയിലേക്ക് വന്ന് നിറയുകയാണ്. ഇവരെല്ലാവരും ഓടി വരികയാണ് ശ്രീ പാർവതീ ദേവിയുടെ വിവാഹത്തിനായി. കാരണം എന്താ? ദേവിയുടെയും മഹാദേവന്റെയും വിവാഹം നടന്നാൽ മാത്രമാണ് 2 കാര്യങ്ങൾ നടക്കുക. ഒന്ന്, ശൂരസംഹാരത്തിനായിട്ട് ആര് വരും? ഭഗവാൻ വരും, കുമാരസംഭവം നടക്കും. 2, കാമദേവൻ പുനർജനിക്കും. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്, അല്ലേ? മഹാദേവന്റെയും ദേവിയുടെയും ശങ്കരന്റെയും ശക്തിയുടെയും വിവാഹത്തിനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും ഓടി വരികയാണ്, സമുദ്രം വരുന്നത് പോലെയാണ് എല്ലാവരും
കൈലാസാദ്രിയിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് മഹാദേവന്റെ കല്യാണത്തിന്. ശ്രീ ഗംഗാധര സന്നിധാനത്തിൽ ഈശ്വര പാദങ്ങളിൽ പ്രണമിച്ചിട്ട് കമലാസനൻ, ആരാണ്? ബ്രഹ്മദേവൻ, തന്റെ എളിയ ഒരു ആഗ്രഹം ഭഗവാനോട് ഉണർത്തിച്ചു. എന്തായിരിക്കും ആ ആഗ്രഹം? ബ്രഹ്മദേവൻ പറഞ്ഞു, ഇന്ദുചൂട ഭഗവാനെ, അവിടുത്തെ തിരുവുള്ളത്തിന് ഇഷ്ടാനിഷ്ടങ്ങളില്ലേ എന്ന തത്വം ഞങ്ങൾ അറിയുന്നു. അതായത് അങ്ങയുടെ ഹൃദയത്തിൽ ഇഷ്ടവുമില്ല അനിഷ്ടവുമില്ല, ഇത് ഞങ്ങൾക്കറിയാം. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പാർവതി പരിണയം നടക്കുന്നതെന്ന സത്യവും ഞങ്ങൾക്കറിയാം. സങ്കോചത്തോടു കൂടിയെങ്കിലും ഒരപേക്ഷ അവിടുത്തെ തിരുമുമ്പിൽ അറിയിക്കേണ്ടതായിരിക്കുന്നു. അവിടുന്ന് ധരിച്ചിരിക്കുന്ന പന്നകങ്ങൾ, പന്നിക്കൊമ്പ്, കപാലമാല, ആമത്തോട് മുതലായവയെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്ന ആടയാഭരണങ്ങളും കിരീടവും ദയവായി അണിഞ്ഞ് അരുൾ ചെയ്യുന്നതിന് മനസ്സുണ്ടാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണെന്ന്. അതൊരു നല്ല കാര്യമാണല്ലേ? പക്ഷെ ആർക്കും പറയാൻ ധൈര്യമില്ല കേട്ടോ. മഹാദേവനോട് എങ്ങനെയാ അപ്പൊ അത് പറയാ അല്ലേ? കാരണം മഹാദേവനോട് പറഞ്ഞാ അത്രയ്ക്ക് അങ്ങ് ശരിയാവില്ല. കാരണം എന്താ, പറയാൻ പോയ ഒരാളെ തന്നെ ചുട്ടരിച്ച് ഭസ്മാക്കി. ഇനി എന്റെ അമ്മേ, അയ്യോ ഒരു രക്ഷയില്ല. ഇനി എങ്ങാണ്ട് ഇനി ആരെങ്കിലും, നല്ല പേടിയുണ്ട് ബ്രഹ്മദേവന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആകെപ്പാടെ പ്രശ്നാവും അല്ലേ? അപ്പൊ പിന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ബ്രഹ്മദേവന് ശരിക്കറിയാം. എങ്കിലും അദ്ദേഹം തിരുവുള്ളം നമിച്ചുകൊണ്ട് ഭഗവാനോട് ഈ അപേക്ഷ വെച്ചു. ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട ശ്രീ കൈലാസനാഥൻ വശ്യമോഹനനായി പുഞ്ചിരിക്കുകയാണ്. വശ്യതയോടുകൂടി ഭഗവാൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി പ്രഭാവം മഹിമയിൽ, ഭഗവാന്റെ ആ ചിരിയിൽ പന്നകങ്ങളും കപാലമാലയും ആമത്തോടും പന്നിക്കൊമ്പുകളുമെല്ലാം രത്ന വൈര വൈഡൂര്യാദി ആഭരണങ്ങളായി മാറപ്പെട്ടു. അദ്ദേഹം ധരിച്ചിരുന്ന സർവമായിരിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും വൈഡൂര്യങ്ങളുമായി മാറിയിരിക്കുകയാണ്. ശ്രീ പരമേശ്വര മഹിമയുടെ ദൃക്സാക്ഷിത്വത്തിൽ ആനന്ദപരശവനായിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാർ ദേവപ്രഭാവത്തെ പുകഴ്ത്തി പുകഴ്ത്തി പ്രാർത്ഥിച്ചു. അവർക്ക് ആനന്ദം കൊണ്ട് നിൽക്കാൻ വയ്യ. ഭഗവാൻ അത്രയും ഭംഗിയായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ത്രിപുര ദഹന വേളയിൽ ദേവന്മാർ നൽകിയ ആയുധങ്ങളെല്ലാം ഭഗവാൻ വെടിഞ്ഞു. ഒരായുധങ്ങളും ഇല്ലാതെ തന്റെ പുഞ്ചിരി ഒന്നുകൊണ്ട് മാത്രം ത്രിപുരങ്ങളെയും ചാമ്പലാക്കിയ ദേവദേവൻ ഇതാ തന്റെ വിവാഹ സമയത്തും ദേവദാനങ്ങൾ ഉപേക്ഷിച്ച് ആ ദിവ്യ പുഞ്ചിരിയിൽ അദ്ദേഹത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന സമസ്ത ആയുധങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മഹാദേവൻ ആ പുഞ്ചിരിയിൽ കൂടി തന്നെ സർവാലങ്കാര വിഭൂഷിതനായി മാറിയിരിക്കുകയാണ് ഭഗവാൻ. ആ സമയത്ത് തന്റെ പരിവാരങ്ങളുടെ അകമ്പടിയോടെ കൈലാസഗിരിയിലെത്തിയ പർവ്വതരാജാവ് നന്ദികേശ്വര അനുവാദം വാങ്ങി ശ്രീ പരമേശ്വരനെ തിരുമുഖം കാണിച്ച് തൊഴുതു നിന്നൊരപേക്ഷ വെച്ചു. അങ്ങനെ ഭഗവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പരിവാരങ്ങളുടെ അകമ്പടിയോടുകൂടി കൈലാസഗിരിയിലെത്തിയ പർവ്വതരാജാവ് നന്ദികേശ്വരന്റെ അനുവാദത്തോടുകൂടി ഭഗവാന്റെ മുമ്പിൽ എന്ത് ചെയ്തു? തൊഴുതു നിന്നിട്ട് ഒരു അപേക്ഷ വെച്ചു. എന്തായിരിക്കും ഹിമവാൻ വെച്ച അപേക്ഷ? ഹിമവാൻ പറഞ്ഞു, ചന്ദ്രകലാധര, കുമാരിയെ പരിണയം ചെയ്ത് എന്നെ ധന്യനാക്കണമെന്ന് തിരുവുള്ളമുണ്ടായതിൽ നാം സന്തുഷ്ടനാണ്. ജ്യോതിശാസ്ത്ര വിശാരദന്മാർ മംഗളമുഹൂർത്തം എന്ന് നിശ്ചയിച്ചിരിക്കുന്ന മീനമാസത്തിലെ ഉത്രം നക്ഷത്രം ഇന്നാണ്. ഉമാദേവിയെ പരിണയിക്കുന്നതിന് ഇന്നേ ദിവസം തന്നെ ഹിമാലയത്തിലേക്ക് എഴുന്നള്ളണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് അവരുടെ പരിണയം നടക്കുന്നത്. ഇത് ജ്യോതിഷന്മാർ ഏറ്റവും നന്നായി ഗണിച്ച ദിവസമാണ്. ഈ ദിവസം തന്നെ അവിടുന്ന് ഹിമാലയത്തിലേക്ക് വന്നരുളിയാലും ഭഗവാനെ എന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, പർവ്വതരാജാവേ, മുമ്പേ ചെന്നാലും നാം പരിവാര സമേതനായി പിൻപേ വരുന്നതാണ്. ഈശ്വരന്റെ അനുവാദം ലഭിച്ച പർവ്വതരാജാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരികയാണ് സന്തോഷം കൊണ്ട്. അദ്ദേഹം സന്തുഷ്ട ചിത്തനായി നേരെ ഹിമാലയത്തിലേക്ക് പോയി. അത്രയും മനോഹാരിത നിറഞ്ഞൊരു നിമിഷമായിരുന്നു അത്. ഇനി ശിവപാർവതി പരിണയമാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ശിവപാർവതി പരിണയത്തിന് സമയമായിരിക്കുകയാണ്. സർവാലങ്കാര വിഭൂഷിതനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ വിവാഹയാത്രയ്ക്കൊരുമ്പെട്ട് തന്റെ ആസനത്തിൽ നിന്നും എഴുന്നേറ്റു. മഹാദേവൻ
വിവാഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും. നന്ദികേശ്വരനും ദേവന്മാരും ഋഷിശ്രേഷ്ഠന്മാരും ഈശ്വര സ്തുതികൾ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദാഗമ പൊരുളോടുകൂടി മന്ത്രോച്ചാരണ ധ്വനിയിൽ കൈലാസാദ്രി ശൃംഖം കോരിത്തരിക്കുകയാണ്. മഹാദേവൻ വിവാഹത്തിനായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ ശുഭമുഹൂർത്തത്തിൽ കൈലാസനാഥൻ തന്റെ തൃച്ചേവടികൾ കുംഭോപര ഭുജങ്ങൾ അർപ്പിച്ച് ഋഷഭവാഹനാരൂഢനായി ഋഷഭവാഹനത്തിലേക്ക് മഹാദേവൻ ഇരുന്നു. അമ്പുദാതി സദൃശമായി കൈലാസാദ്രി ശൃംഖത്തിൽ കൂടി നിന്നിരുന്ന ഋഷികളും ദേവന്മാരും ഭൂതഗണങ്ങളും എല്ലാവരും ഹര ഹര മഹാദേവ് ഹര ഹര മഹാദേവ് എന്ന് ഉറക്കെ 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 ഭഗവത് നാമങ്ങൾ ജപിച്ച് ഈശ്വരനെ പ്രണമിച്ചു. 507 കോടി ഭൂതഗണങ്ങളുടെ നാഥനായിരിക്കുന്ന ശ്രീ വിഘ്നേശ്വരൻ പരിവാര സമേതനായി ശ്രീ ഗംഗാധര ദേവനെ അകമ്പടിയോടുകൂടി സേവിക്കുകയാണ്. അർക്കചന്ദ്രാദി ദേവന്മാർ പട്ടുകുടകളുമായി ഭഗവാന് നിഴൽ നൽകി വന്നു. അർക്കചന്ദ്രാദി ദേവന്മാർ പട്ടുകുടകളോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് കൂടെ ഇങ്ങനെ പോവുകയാണ്. വരുണ ഭഗവാൻ ശ്രീ പരമേശ്വരന് ആലവട്ടമേന്തി നിൽക്കുകയാണ്. വജ്രായുധധാരിയായിരിക്കുന്ന ദേവേന്ദ്രൻ വെൺചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീഹരിയും ബ്രഹ്മദേവനും പരിവാര സമന്വിതരായി സർവേശ്വരനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭൂതഗണാദി വാദ്യങ്ങൾ മുഴക്കുകയാണ്. ഭൂതഗണാദികളെല്ലാം വാദ്യങ്ങൾ മുഴക്കുകയാണ്. പല വിധത്തിലുള്ള കുഴൽ, കൊമ്പ് മുതലായവ ഊതുകയും ഈശ്വര പ്രഭാവ മഹിമകൾ ആലപിക്കുകയും ചെയ്ത് അന്തരീക്ഷമെല്ലാം ഭക്തിയോടുകൂടി നിറഞ്ഞു നിൽക്കുകയാണ്. വരനായ ശ്രീ മഹാദേവന്റെ വധൂഗ്രഹത്തിലുള്ള ആ വിവാഹ ഘോഷയാത്രയ്ക്ക് സദൃശ്യമായി മറ്റൊരു ഘോഷയാത്രയും ത്രിലോകവാസികൾ ഇന്നുവരെ ദർശിച്ചു കാണില്ല. അത്യന്തം ആഡംബരപൂർണമായിരിക്കുന്ന ആ ഘോഷയാത്ര വരുവാനിരിക്കുന്ന ഒരു മഹാസംഭവത്തിന്റെ നാന്ദിയായിരുന്നു കുറിച്ചത്. വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ സംഭവമാണ് ഈ ഒരു ഘോഷയാത്രയിൽ പൂർണ്ണമാവാൻ പോകുന്നത്. എല്ലാവരും ആനന്ദചിത്തരായി വരനെ മഹാദേവനെ കൈലാസാദ്രിയിൽ നിന്നും ഹിമാലയത്തിലേക്ക് ആനയിക്കുകയാണ്. ശ്രീ പരമേശ്വരനും മറ്റു ദേവന്മാരും ഋഷിശ്രേഷ്ഠന്മാരും പരിവാരങ്ങളും ഹിമാദ്രി ശൃംഗത്തിലേക്ക് എത്തിയപ്പോൾ തങ്ങൾക്കും തങ്ങളുടെ വംശജന്മാർക്കും ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിരിക്കുന്ന വരപ്രസാദമാണ് സിദ്ധിച്ചിരിക്കുന്നത്. സന്തുഷ്ടചിത്തനായിരിക്കുന്ന പർവ്വതരാജാവ് അദ്ദേഹത്തിന് മനസ്സിലായി, ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇനി എനിക്കോ എന്റെ തലമുറയ്ക്കോ ലഭിക്കാനില്ല. അദ്ദേഹം എന്തു ചെയ്തു? സർവമംഗള ആചാര വിധി പ്രകാരം പരമേശാദി ദേവന്മാരെ ഭക്തിയോടുകൂടി അഭിവാദനം ചെയ്ത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. തലസ്ഥാന നഗരമായിരിക്കുന്ന ഔഷധി പ്രസാദത്തിലേക്ക് ദേവാദിദേവന്മാരെയും ദേവന്മാരും മറ്റുള്ളവരും ആനയിച്ച ഹിമവാൻ ഭക്തി മര്യാദ പുരസ്സരം അവരെ പൂജിച്ചുകൊണ്ട് സൽക്കരിച്ചു. വരന്റെ ആളുകളെയെല്ലാം ഭക്തിയോടുകൂടി മര്യാദയോടും കൂടി എന്താണ് സ്വീകരിച്ച് ആനയിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏറ്റവും മനോഹരമായിരിക്കുന്ന കതിർ മണ്ഡപത്തിലേക്ക് വിവാഹത്തിനായി ഹിമവാൻ നേരിട്ട് വന്ന് മഹാദേവൻ ഋഷഭവാഹനത്തിൽ സർവാഭരണ വിഭൂഷിതനായി വരുന്നു. മറ്റു ദേവാദി ദേവന്മാരും ഭൂതഗണാദി സേവകന്മാരും എല്ലാവരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഹിമവാൻ നേരിട്ട് വന്ന് അവരെ ആരതി ഒഴിഞ്ഞ് അലങ്കാരത്തോടുകൂടി ഭക്തിയോടുകൂടി മര്യാദയോടുകൂടി സ്വീകരിച്ച് സൽക്കരിക്കുകയാണ്. മഹർഷി വര്യന്മാരെല്ലാം പൂർണ്ണ കുംഭങ്ങൾ ഏന്തി വന്നിട്ടാണ് മഹാദേവനെ സ്തുതിച്ച് 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 പ്രസന്നവധനാക്കി. മഹാദേവന്റെ മുഖത്ത് ഏറ്റവും മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ട്. എന്നിട്ടോ അംഗരത്നങ്ങൾ തിലങ്കങ്ങളിൽ നെയ്വിളക്കുകളും നവദ്രവ്യങ്ങളും മംഗള പുഷ്പങ്ങളും ഏന്തി വന്ന് ശ്രീ ഗംഗാധരനെ ആരതി ചുറ്റി ഉപചരിച്ചു എന്നാ പറയുന്നത്. എല്ലാവരും വന്നിട്ട് മഹാദേവനെ ആരതി ചുറ്റി ഉപചരിച്ചു. കൊട്ടും കുരവകളും ആർപ്പുവിളികളും ജയ ജയ രവങ്ങൾ ഉയർന്ന് ശിവപാർവതി പരിണയത്തിനുള്ള അടിസ്ഥാന തത്വങ്ങൾ മൂന്ന് ഭുവനത്തിലുള്ള വാസികളെയും ഉണർത്തിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ആനന്ദ നിർവൃതിയുള്ള നിമിഷമാണത്. പർവ്വതരാജ കൊട്ടാരപുരത്തിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ശ്രീ ലക്ഷ്മി ദേവിയും വിദ്യാദേവിയായ സരസ്വതിയും ഇന്ദ്രപത്നിയായിരിക്കുന്ന ഇന്ദ്രാണിയും മറ്റ് സുരസുന്ദരിമാരും ചേർന്ന് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ശ്രീ പാർവതി ദേവിയെ
മണവാട്ടിയാക്കി ചമയിക്കുകയാണ്. അകത്ത് എന്താ നടക്കുന്നത്? നമ്മുടെ വിദ്യാദേവിയായിരിക്കുന്ന സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും, ഐശ്വര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഇന്ദ്രന്റെ ഭാര്യയായിരിക്കുന്ന ഇന്ദ്രാണിയും മറ്റ് സുരസുന്ദരിമാരും ചേർന്നിട്ട് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ശ്രീ പാർവതി ദേവിയെ മണവാട്ടിയാക്കി അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അകത്ത് ദേവി അതിസുന്ദരിയായി മണവാട്ടിയായി അലങ്കരിക്കപ്പെടുകയാണ്. ഉമാദേവി ധരിച്ചിരുന്ന മരവുരി എല്ലാം മാറ്റി, തപോ വസ്ത്രങ്ങളെല്ലാം മാറ്റി, സുഗന്ധ പരിമള തൈലാദികൾ പൂശി, ജട പിന്നിയിരിക്കുന്ന മുടിവേരുകൾ, ദേവിയുടെ മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് വലിയ നീളമുള്ള മുടി ജട പിന്നിയിരിക്കുകയാണ്. അത് മുഴുവൻ ദേവിയുടെ മുടിയിൽ മുഴുവൻ ഇങ്ങനെ സുഗന്ധ തൈലങ്ങളെല്ലാം പുരട്ടി പരിശുദ്ധമാക്കി, പുണ്യതീർത്ഥമായിരിക്കുന്ന ഗംഗാ നദിയിലെ ദേവിയെ നീരാടിച്ച്, പിന്നെ മനോഹരമായിരിക്കുന്ന പട്ടുടയാടകളെല്ലാം ദേവിക്ക് അലങ്കരിപ്പിച്ച് സൗന്ദര്യയുക്തമാക്കി മാറ്റിയിരിക്കുകയാണ് ദേവിയെ. ദേവിയുടെ കാർവേണിക്കെട്ടിൽ പാരിജാത മലരുകൾ, ദേവിയുടെ തലയിൽ വെച്ചിരിക്കുന്ന എന്താണ്? പാരിജാത പൂക്കളാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ച് ദേവസ്ത്രീകൾ എന്ത് ചെയ്തു? ദേവിക്ക് കുങ്കുമപ്പൊട്ടെല്ലാം ചാർത്തി, നീളലോചനങ്ങളിൽ നീണ്ട കണ്ണുകളിൽ അഞ്ജനം എഴുതി, നല്ല കൺമഷി എഴുതിയിട്ട് ദേവിയുടെ പല്ലവ കരങ്ങളിൽ കങ്കണങ്ങൾ അണിയിച്ച്, നല്ല നല്ല വളകളെല്ലാം ഇട്ട്, സഖിമാർ വൈരത്തോടകൾ അതായത് വൈരത്തിന്റെ കമ്മലുകളെല്ലാം അണിയിച്ച്, പുഷ്യരാഗ നിർമ്മിതമായിരിക്കുന്ന നാസികാഭരണങ്ങൾ, ഇങ്ങനെ പുഷ്യരാഗം കൊണ്ടുള്ള മൂക്കുത്തിയും ഇവിടെ നിന്നുള്ള ആ ഒരു അലങ്കാര മൂക്കുത്തിയും എല്ലാം അണിയിച്ച്, വൈഡൂരാദി ആഭരണങ്ങളെല്ലാം ദേവിയുടെ കഴുത്തിലിട്ടു. വൈരങ്ങളും വൈഡൂര്യവും നിറഞ്ഞ ആഭരണങ്ങളെല്ലാം അണിയിച്ച് ദേവസ്ത്രീകൾ ഒഡ്യാണം അണിയിച്ചു. ദേവസ്ത്രീകൾ അരപ്പട്ടയൊക്കെ ഇട്ട് നളിന തുല്യപാദങ്ങളിൽ, ദേവിയുടെ ആ എന്താ പറയാ പൂമുട്ട് പോലെയുള്ള കാലുകളിൽ ചിലമ്പുകൾ അണിയിച്ച്, നല്ല പാദസരം കൊലുസ് അണിയിച്ചു. സർവാംഗ സുന്ദരീ രത്നമായി, ദേവിയെ കണ്ടാൽ അത്രയും മനോഹാരിതയുണ്ട്. ശ്രീ പാർവതി ദേവിയെ അലങ്കരിച്ചൊരുക്കി സുരസുന്ദരികൾ എന്താ ചെയ്തത്? മംഗളഗീതങ്ങളെല്ലാം പാടിക്കൊടുത്തു അമ്മയ്ക്ക്. അങ്ങനെ പുതുമണവാളനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ വിവാഹ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. വിഷ്ണുദേവൻ, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ, ദേവന്മാർ, മറ്റു പരിവാരങ്ങൾ എന്നിവരോടുകൂടി ഭഗവാൻ ഇങ്ങനെ എഴുന്നള്ളി വരികയാണ്. നമ്മുടെ ബ്രഹ്മദേവനുണ്ട്, വിഷ്ണു ഉണ്ട്, ദേവേന്ദ്രനുണ്ട്, ദേവാദി ദേവന്മാരുണ്ട്. എല്ലാവരുടെയും കൂടെ മഹാദേവൻ ഇങ്ങനെ വിവാഹ മണ്ഡപം മുഴുവൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഇഷ്ടം പോലെ പൂക്കള്, രത്നങ്ങള്, നവഗ്രഹങ്ങള് ആകെപ്പാടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു ഏറ്റവും പ്രകാശമയമായിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് ഭഗവാൻ കാലെടുത്ത് വെക്കുകയാണ്. കതിർ മണ്ഡപത്തിൽ എത്തുന്നതിന് മുമ്പായി തന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ശ്രീ പരമേശ്വരനെ ഒരു നോക്ക് കാണണമെന്ന് പർവ്വതരാജന്റെ ഭാര്യയായ മേനാദേവിയുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം. തന്റെ മരുമകനാകാൻ പോകുന്നവനെ വിവാഹത്തിന് മുമ്പേ കാണണമെന്ന ആഗ്രഹം എല്ലാ അമ്മായിയമ്മമാർക്കും ഉണ്ടാകുന്നത് സാധാരണയാണ് അല്ലെ? അതുപോലെ ഈ അമ്മയ്ക്കും തോന്നി ആ മരുമകനെ ഒന്ന് കാണണമെന്ന്. അത്തരത്തിലുള്ള ആഗ്രഹമാണ് ഹിമവാന്റെ ഭാര്യയ്ക്കും ഉണ്ടായത്. ആ ദർശനത്തിനായി രാജ്ഞി മാളിക മുകളിൽ വഴിക്കണ്ണുമായി നോക്കി നിൽക്കുകയാണ്. എവിടെ മഹാദേവൻ ഒന്ന് കാണാൻ? അപ്പോൾ നാരദ മഹർഷിയും മേനാദേവിയുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ടോ വിവാഹ ഘോഷയാത്രയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പർവ്വതരാജ്ഞി നാരദമുനി വന്നതറിഞ്ഞില്ല. തിരിഞ്ഞു നോക്കുമ്പം നാരദമുനി നിൽക്കുന്നു. മുനിയെ വന്ദിച്ചു. മേനാദേവി തന്റെ സംശയങ്ങൾ നാരദമുനിയോട് ചോദിച്ചപ്പോ സ്വതവേ പരിഹാസ നിപുണനാണ് നാരദമുനി. ആരെന്ത് ചോദിച്ചാലും ഒന്ന് പരിഹസിക്കും. കലഹപ്രിയനാണ്, വെറുതെ ഒന്ന് അടിയുണ്ടാക്കിയിട്ട് പോകും. അങ്ങനെയുള്ള നാരദമുനി തന്റെ പ്രത്യേകമായ ഭാഷാ ശൈലിയിൽ മേനാദേവിക്ക് ഉത്തരം നൽകി. ദേവി ചോദിച്ചു, മഹർഷി അതാ നോക്കൂ, ആ ഭൂതഗണാദികളുടെ മധ്യത്തിൽ വെളുത്തു സുന്ദരനായ ഒരു യുവാവ് വരുന്നുണ്ടല്ലോ, അദ്ദേഹമല്ലേ ശ്രീ പരമേശ്വരൻ? നാരദൻ പറഞ്ഞു, നാരായണ നാരായണ, കൊള്ളാം. കള്ളച്ചെടിയെ കാണിച്ച് അത് കൽപ്പവൃക്ഷമല്ലേ എന്ന് ആരോ ചോദിച്ചതുപോലെ ആയിരിക്കുന്നു ദേവിയുടെ ഈ ചോദ്യം. അത് കള്ളിച്ചെടിയല്ലേ, അതിനെ കാണിച്ചാണോ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത്? അപ്പൊ ദേവി പറഞ്ഞു, അതാ
അതിന് പിന്നിലായി വരുന്ന കൂട്ടത്തിന്റെ മുമ്പേ നടന്നു വരുന്നവനാണോ ഇന്ദുചൂടൻ? അപ്പൊ നാരദൻ പറഞ്ഞു, നാരായണ നാരായണ, എരിക്കിൻ പാൽ കാമധേനു നൽകുന്ന ദേവാമൃതമാകുകയില്ല ദേവി, അത് ഹരനല്ല. ദേവി ചോദിച്ചു, എങ്കിൽ അതാ അവിടെ നോക്കൂ മഹർഷിയെ, ഗാംഭീര്യത്തോടെ നടന്നു വരുന്ന ആ ദേവനാണോ ശ്രീ പരമേശ്വരൻ? ഉടനെ നാരദൻ പറഞ്ഞു, നാരായണ നാരായണ, ജലമില്ലാതെ കുളത്തെ കാട്ടി ഇതാണ് സമുദ്രം എന്ന് ചോദിക്കുന്നത് പോലെ ഇരിക്കുന്നു ദേവിയുടെ ഈ ചോദ്യം. ആ വരുന്നതും ശങ്കരദേവനല്ല. തേജോ സ്വരൂപനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ പരിവാര സമേതനായി അകലെ നിന്ന് വരുന്ന കാഴ്ച ഗിരിജാപത്നി കണ്ടു. പരമ്പൊരുളായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ ദിവ്യ ദർശനം കണ്ട് മേനാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭഗവത് ദർശനം കൊണ്ട് പർവ്വതരാജ്ഞിയുടെ എല്ലാ സംശയങ്ങളും മാറി. സത്യത്തെ ദർശിക്കുന്നത് വരെ ഏതാണ് സത്യം ഏതാണ് മിഥ്യയെന്നറിയാതെ ഹൃദയത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ്, അല്ലെ? പക്ഷേ സത്യത്തെ കാണുന്ന ആ നിമിഷം സംശയമെല്ലാം നമ്മളെ വിട്ടുപോകും. സത്യത്തിന് വാദങ്ങളോ സാക്ഷ്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അവയത്രയും സത്യത്തിങ്കൽ തന്നെ നിലകൊള്ളുന്നവനാണ്. അതുകൊണ്ട് സത്യമായ സത്യം ശിവൻ സുന്ദരനാണ് എന്നുള്ളതാണ്. ഋഷഭ വാഹനത്തിൽ നിന്ന് ഹരനും അവരുടെ വാഹനങ്ങളിൽ നിന്ന് മറ്റുള്ള ദേവന്മാരും എല്ലാവരും താഴെ ഇറങ്ങി. ഗിരിജാപത്നി തങ്കക്കുടം നിറയെ പാലുമായി ചെന്ന് ഈശ്വരന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്തു. ഒരു സ്വർണത്തിന്റെ കുടത്തിൽ ഗിരിജാപത്നി ഓടിച്ചെന്ന് ഭഗവാന്റെ തൃപാദങ്ങളിൽ അഭിഷേകം ചെയ്തു. താൻ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രത്തിന്റെ ഗിരിജാപത്നി ധരിച്ചിരിക്കുന്ന ആ സാരിയുടെ തലപ്പ് കൊണ്ട് ഭഗവത് പാദങ്ങളെല്ലാം തുടച്ച് ശുദ്ധമാക്കി. ആലോചിച്ചു നോക്കണം, ആ നീല കളറുള്ള വലിയ പാദങ്ങളിൽ പാലൊഴിച്ചിട്ട് ദേവി പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ആ പാദങ്ങൾ ഇങ്ങനെ തുടച്ചു കൊടുത്തു. സർവേശ്വര പാദങ്ങളിൽ ധരിക്കുന്നതിന് നന്ദികേശ്വരൻ എന്ത് ചെയ്തു? തങ്ക പാദുകങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചു. ഭഗവാന്റെ പാദങ്ങളിൽ ധരിക്കാൻ പാദുകങ്ങൾ സ്വർണം കൊണ്ട് നിരത്തി വെച്ചു. മംഗളവാദ്യങ്ങൾ മുഴങ്ങി. ദേവഗന്ധർവാദികൾ പുഷ്പവൃഷ്ടി ചെയ്തു. മഹർഷിമാരും ഭൂതഗണങ്ങളും ഹര ഹര മഹാദേവ എന്ന് ഭക്തിയോടുകൂടി ഈശ്വര മന്ത്രങ്ങൾ ജപിച്ചു. ഹരിബ്രഹ്മാദി ദേവന്മാരുടെ മധ്യത്തിൽ വിവാഹ മണ്ഡപത്തിൽ കൂടി കതിർ മണ്ഡപത്തിലേക്ക് യാത്ര ചെയ്ത ഹരനോട് ഹരി പറഞ്ഞു. എന്താ പറഞ്ഞത്? ശ്രീ പരമേശ്വര, ദേവശില്പിയുടെ കരവിരുതുകൾ ആസ്വദിച്ചാലും ഈ മണ്ഡപങ്ങളും രാജഗോപുരങ്ങളും എത്രമാത്രം കമനീയമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ചിത്രത്തൂണുകളും അവയിലെ ശില്പ നൈപുണ്യവും അതീവ വിചിത്രമായതു തന്നെ. ജീവസുറ്റ ചിത്രങ്ങൾ മെനഞ്ഞെടുത്ത് അവയ്ക്ക് പ്രവർത്തനക്ഷമതയോടുകൂടി നൽകപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഇവ സത്യമാണോ എന്ന് ഉള്ള വിഭ്രാന്തി നാം അറിയാതെ നമ്മിൽ ജനിക്കുകയാണ്. ഗോപുര കലശങ്ങൾ വീക്ഷിച്ചാലും മഹാദേവ, ഒന്ന് ആദിത്യകിരണങ്ങളെ പോലെ ശോഭിക്കുമെന്നത് തോന്നുമ്പോൾ മറ്റൊന്ന് ശീതള ചന്ദനച്ചായ നൽകുന്ന ചന്ദ്രനെ ഓർമ്മപ്പെടുത്തുന്നു. സൂര്യനെയും ചന്ദ്രനെയും വെല്ലുന്ന രീതിയിലാണ് ഈ കതിർ മണ്ഡപങ്ങളെല്ലാം ദേവശില്പി ഒരുക്കി വെച്ചിരിക്കുന്നത്. ശ്രീ മഹാവിഷ്ണുവിന്റെയും ബ്രഹ്മദേവന്റെയും അലങ്കാരത്തോടുകൂടിയുള്ള വർണ്ണനകൾ ശ്രദ്ധിച്ച ചിന്മയാനന്ദ സ്വരൂപനായിരിക്കുന്ന ശ്രീ പരമേശ്വരന്റെ പവിഴാധരങ്ങളിൽ, ഭഗവാന്റെ പവിഴം പോലെയുള്ള അധരങ്ങളിലേക്ക് വെൺമുത്തുകൾ വിതറിയതുപോലെ മോഹനമായ ഒരു പുഞ്ചിരി വിടർന്നു. ഭഗവാൻ ഇതെല്ലാം കേട്ട് അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നൈർമല്യമായ ഒരു പുഞ്ചിരി വിടർന്നു. കതിർ മണ്ഡപത്തെ പ്രാപിച്ച ശ്രീ പരമേശ്വരനെ പുഷ്പങ്ങൾ തൂകി സ്വീകരിച്ച് ഇന്ദ്രനീലക്കല്ലുകൾ പതിച്ച ദിവ്യമായിരിക്കുന്ന ആസനത്തിൽ ഉപവിഷ്ടനാക്കി. സമസ്തരും കാണുന്ന പോലെ സകല ലോക രക്ഷകനായിരിക്കുന്ന ശ്രീ മഹാദേവൻ ഇരുന്ന ഉടനെ മറ്റുള്ള ദേവന്മാരും ഋഷിമാരും എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുന്നു. ശ്രീ പാർവതി പരമേശ്വര പരിണയം കാണുന്നത് ജന്മസാഫല്യം നേടുന്നത് പോലെയാണ്. സകല ലോകവാസികളും ഹിമവത് പർവ്വതത്തിൽ വന്നിരിക്കുന്ന കാരണത്താൽ ഹിമാലയ പർവ്വതം പ്രകമ്പിതമായിരിക്കുകയാണ്. എല്ലാവരും ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. ലോകത്തിന്റെ ഉത്തരഭാഗം ഭാരം കൊണ്ട് താഴ്ന്നുപോയി. കാരണം ത്രിലോകങ്ങളിലെല്ലാവരും ഹിമാലയത്തിലെത്തി. അപ്പം ആ ലോകത്തിന്റെ ഉത്തരഭാഗമായിരിക്കുന്ന ഈ പർവ്വതത്തിൽ എല്ലാവരും എത്തിയപ്പം ഈ ഭാഗം താഴ്ന്നുപോയി, ഇങ്ങനെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ. ദക്ഷിണ ഭാഗം ഉയർന്നു.
ഭൂചലന പ്രക്രിയയിൽ ദേവന്മാരും മറ്റുള്ളവരും പരിഭ്രാന്തരായി. എല്ലാവരും ഇരുന്നപ്പോ ഒരു ഭാഗം താഴ്ന്നു പോയി. അപ്പൊ ഭൂചലനം സംഭവിച്ച പോലെയായി. ത്രിഭുവന പരിപാലകനായിരിക്കുന്ന കൈലാസനാഥനോട് അവർ സങ്കടം പറഞ്ഞു. പുഞ്ചിരി തൂകിക്കൊണ്ട് ജഗന്നിവാസൻ അഗസ്ത്യ മഹർഷിയെ വിളിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഭൂചലനം സംഭവിക്കുന്നു, എല്ലാവരും ഇവിടെ എത്തിയതുകൊണ്ട് ഈ ഭാഗം താഴ്ന്നു പോകുന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഗസ്ത്യ മഹർഷിയെ വിളിക്കൂ എന്ന് പറഞ്ഞു. ദൈവസന്നിധിയിലെത്തിയ കുംഭസംഭവ മുനി ഈശ്വര പാദങ്ങളെ പ്രണമിച്ചു നിന്നു. മഹാദേവൻ പറഞ്ഞു, അഗസ്ത്യ മഹർഷി, ത്രിലോക നിവാസികളും ഹിമാലയ ശൃംഗത്തിൽ നമ്മെ ദർശിക്കുന്നതിന് ആഗതരായിരിക്കുകയാണ്. ഭൂമിയുടെ ഉത്തരഭാഗം താഴുകയും ദക്ഷിണഭാഗം ഉയരുകയും ചെയ്തിരിക്കുന്നു. സ്വർഗലോകം താഴുവാനും മഹാമേരു പർവ്വതം നിലനിൽപ്പ് നഷ്ടപ്പെട്ട് ചരിഞ്ഞു വീഴുവാനും സാധ്യതയുണ്ട്. ഭൂമിയെ സമത്വ നിലയിൽ നിർത്തുന്നതിന് ദക്ഷിണ ഭാരതത്തിലുള്ള സഹ്യാദ്രിയിലേക്ക് ഭവാൻ ഗമിച്ചാലും എന്ന് പറഞ്ഞു. അഗസ്ത്യ മഹർഷി ആകാരത്തിൽ കൂറുമുനിയെങ്കിലും കാണാൻ അഗസ്ത്യ മഹർഷി ഇത്രയേ ഉള്ളൂ. അകതാരിൽ ത്രിലോക ഭാരത്തേക്കാൾ ഭാരമുള്ളവനാണ്. ഉള്ളിൽ നോക്കിയാൽ അഗസ്ത്യമുനി ത്രിലോകം 3 ലോകത്തേക്കാൾ ഭാരമുണ്ട്. പക്ഷെ കാണാൻ ചെറിയൊരു മനുഷ്യനാണ്. 10,000 പഞ്ഞിക്കെട്ടുകൾക്ക് ഒരു സ്വർണക്കട്ടയോളം ഭാരം കാണുകയില്ല, അല്ലെ? 10,000 പഞ്ഞിക്കെട്ടുകൾ വെച്ചാൽ ഒരു സ്വർണക്കട്ടയുടെ ഭാരം ഉണ്ടാവില്ല. ജീവരാശികൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ച ഭാരത്തിന് തുല്യമായ ഭാരം തപോനിഷ്ഠകൾ കൊണ്ട് നേടിയെടുത്ത മഹാഭക്തനാണ് അഗസ്ത്യ മഹർഷി. ജീവരാശികൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ ഭാരം, അതായത് ഈ ലോകത്തിന്റെ ഭാരം, അതിന് തുല്യമായിരിക്കുന്ന ഭാരം അഗസ്ത്യ മഹർഷിയുടെ തപോനിഷ്ഠകൾ കൊണ്ട് അഗസ്ത്യമുനി നേടിയെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള അവസരങ്ങളിൽ മാത്രമാണ് ഈ ഭാരം അനുഭവത്തിൽ വരികയുള്ളൂ. ലോകരക്ഷകനായിരിക്കുന്ന ശ്രീ മഹാദേവനെ തന്റെ ഹൃദയാന്തർഭാഗത്ത് ഇരുത്തിക്കൊണ്ട് പ്രതിഷ്ഠ ചെയ്തത് കൊണ്ടായിരിക്കാം അഗസ്ത്യ മഹർഷിക്ക് അത്രമാത്രം ഭാരമുണ്ടായത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് മഹാദേവനുള്ളത്. ഒരപേക്ഷ അദ്ദേഹം പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമുണ്ട്. മഹത് ഗ്രന്ഥങ്ങളിലെ അറിവിന്റെ ഭാരം കൊണ്ടുമായിരിക്കാം മഹത്തരമായിരിക്കുന്ന ഭാരിച്ച ഒരു ചുമതല ഭഗവാൻ ഏൽപ്പിച്ചത്, അല്ലെ? അത്രയും ഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ഒരു ഹൃദയമാണ് അഗസ്ത്യ മഹർഷിയുടേത്. അതുകൊണ്ടായിരിക്കാം ഇത്രയും ഭാരമുള്ള ഒരു ജോലി ഭഗവാൻ ഏൽപ്പിച്ചത്. മറ്റുള്ളവരെ പോലെ അഗസ്ത്യമുനി സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം ദുഃഖിക്കുകയാണ് ഉണ്ടായത്. തന്റെ ദുഃഖം ഭഗവാനോട് ഉണർത്തിച്ചു. എന്താ ദുഃഖം? അഗസ്ത്യൻ പറഞ്ഞു, മഹാപ്രഭു, അവിടുത്തെ വിവാഹ വൈഭവം ദർശിച്ചാസ്വദിക്കാനുള്ള അനുവാദം നിഷേധിക്കുന്നത് പോലെ അടിയൻ ചെയ്തു പോയ പാപം എന്താണ്? അടിയൻ വന്നിരിക്കുന്നത് അങ്ങയുടെ വിവാഹ വൈഭവം കാണുവാനാണ്. അതിപ്പോൾ അടിയന് നിഷേധിക്കപ്പെടുകയാണ്. അതിന് മാത്രം പാപം ഞാൻ എന്താണ് മഹാപ്രഭു ചെയ്തത്? ഈ മഹത് ദർശനം സാധിക്കാതെ വരികയെന്നത് ജന്മസാഫല്യ സിദ്ധി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയാണ് ദേവദേവ. മഹാദേവൻ പറഞ്ഞു, അഗസ്ത്യ ദുഃഖിക്കേണ്ട. മനസമാധാനത്തോടെ സഹ്യാദ്രിയിലേക്ക് പുറപ്പെട്ടാലും നാം പാർവതി സമേതനായി അവിടെ വന്ന് അങ്ങേക്ക് ദർശനം നൽകുന്നതാണ്. ലോക നന്മയ്ക്കായി ഭവാൻ സഹ്യാദ്രി ശൃംഗത്തിൽ എത്തുന്നതിനാൽ അങ്ങ് ആരോഹണം ചെയ്യുന്ന ഭാഗം അഗസ്ത്യകൂടം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് സഹ്യാദ്രിയിലേക്ക് ചെല്ലുന്നത്. അവിടേക്ക് നാം പാർവതീ ദേവിയുമായി വരും, അങ്ങേക്ക് ദർശനം നൽകും. ഇനിയുള്ള കാലങ്ങൾ അത്രയും ആ സ്ഥലം അഗസ്ത്യകൂടം എന്നറിയപ്പെടും. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഈശ്വരന്റെ ഈ ഒരു സാന്ത്വനമായിരിക്കുന്ന വാക്കുകളാൽ ഹൃദയ സമാധാനത്തോടുകൂടി അഗസ്ത്യമുനി സഹ്യാദ്രിയിലെത്തി ഇരുന്നപ്പോൾ ഭൂമി സന്തുലിതമായി. ഈശ്വര കൽപ്പന നിറവേറപ്പെട്ടു. വിവാഹ മുഹൂർത്തം വന്നു. ഗിരിജാദേവിയെ ആനയിച്ചു കൊണ്ടുവരാൻ പർവ്വതരാജാവ് കൽപ്പിച്ചു. ജയദുർഗാദേവി ശ്രീ പാർവതീ ദേവിയുടെ കരത്തിൽ പിടിച്ചു മുൻപേ നടന്നു. സ്ത്രീകളെ കൂടുതൽ സൗന്ദര്യവതികളാക്കുന്ന ഉത്തമ ഗുണങ്ങളിൽ ഒന്നായ നാണമെന്ന ഭാരം. സ്ത്രീകൾക്ക് ഒരുപാട് സൗന്ദര്യം തോന്നുന്നത് അവളുടെ മുഖത്ത് നാണം വരുമ്പോഴാണ്. ആ നാണമെന്ന ഭാരത്താൽ തല കുമ്പിട്ട് അരയന്ന പിടയെ പോലെ ഭൂമി നോവാതെ ചേതോഹരമായിരിക്കുന്ന ആ പാദങ്ങൾ മെല്ലെ മെല്ലെ വെച്ച് കാറ്റിൽ ഉലയുന്നത് പോലെ ശ്രീ പാർവതീ ദേവി
ജയദുർഗാദേവിയുടെ കൈ പിടിച്ച് ദേവിയുടെ പിന്നാലെ നടന്നു വരികയാണ്. സുരരാജപത്നി താമ്പൂലങ്ങളേന്തിയപ്പോൾ ആ താമ്പൂലത്തട്ടോടുകൂടി മണ്ണിലും വിണ്ണിലും പാതാളത്തിലുമുള്ള ഗംഗാദേവിമാർ ശ്രീ പാർവതീദേവിക്ക് വെഞ്ചാമരം വീശി. ഭദ്രകാളിയും ചോരക്കാളിയും കൊടുങ്കാളിയും ദേവിക്ക് പട്ടുകുടകൾ പിടിച്ചു. ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ട് വിദ്യാദേവിയായ സരസ്വതി ദേവി സ്തുതിഗാനങ്ങൾ ആലപിച്ച് ഉമാദേവി കതിർ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. മുൻപിൽ മുഴുവൻ അനേകായിരം ദേവദേവാദിദേവന്മാരെല്ലാവരും സുരഭൂതാദി ഗണങ്ങളും എല്ലാവരും ഉണ്ട്. കൃപാനിധിയായ ശശിധരൻ ഗിരിജാദേവിയെ നോക്കി പുഞ്ചിരി തൂകി തന്റെ വാമഭാഗത്ത് ഇരിക്കാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു മഹാദേവൻ. പുണ്യതീർത്ഥമായിരിക്കുന്ന ഗംഗാജലം കൊണ്ട് പർവ്വതരാജപത്നി ശിവപാർവതിമാരുടെ കൈകൾ കഴുകി. അർഘപാദ്യ ചന്ദനാദികൾ കൊണ്ട് പർവ്വതരാജാവ് പാരാത്പര പാദങ്ങൾ പൂജിച്ച് ഉമാദേവിയുടെ കരം പിടിച്ച് ഇന്ദുചൂടന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാൻ പോവുകയാണ്. കന്യാദാനം നടക്കാൻ പോകുന്നു. ഈ സമയമാണ് ത്രിലോകങ്ങളും കാണാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെ? ഈ ത്രിലോകങ്ങളിലും കാണാൻ പോകുന്ന വലിയൊരു കാര്യം ഇവിടെ നടക്കാൻ പോവുകയാണ്. പർവ്വതരാജാവ് കന്യാദാനം നടത്തുകയാണ്. മഹാദേവിയുടെ തൃക്കരങ്ങളിലേക്ക് ദേവിയുടെ കരം തിരിച്ചു കൊടുക്കുകയാണ്. അടിയങ്ങളുടെ പുത്രിയെ അവിടത്തേക്ക് ദാനം ചെയ്തിരിക്കുന്ന മഹാദേവ എന്ന് പറഞ്ഞ് ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദ മഹർഷിയും സിദ്ധന്മാരും ഗന്ധർവന്മാരും വീണ തമ്പുൽ വാദ്യങ്ങൾ വായിച്ചു. ഉർവശി, മേനക, രംഭ, തിലോത്തമ മുതലായ ദേവ നർത്തകിമാർ സന്തോഷം കൊണ്ട് ആനന്ദമുക്തം ചലിച്ചു. മഹാദേവന്റെ സ്വന്തമാവുകയാണ് പാർവതീദേവി. സരസ്വതി ദേവി സുന്ദരമായ മംഗളസ്തുതി ഗാനങ്ങൾ ആലപിച്ചു. ഭൂതഗണങ്ങൾ അവരുടെ പ്രാവീണ്യം പ്രകടിപ്പിച്ചു. ദേവന്മാരും ഋഷികളും പുഷ്പവൃഷ്ടി ചെയ്തു. പശുവിൻ പാല്, തേന്, നെയ്യ്, മാമ്പഴം, കദളിപ്പഴം മുതലായ സ്വർണ്ണ പാത്രങ്ങളിൽ നിറച്ചുകൊണ്ടുവന്ന് പർവ്വതരാജാവ് ത്രിപതിരമാക്കി അനുഗ്രഹിക്കണേന്ന് മഹാദേവനോട് അപേക്ഷിച്ചു. സന്തുഷ്ട ചിത്തനായിരിക്കുന്ന ചന്ദ്രശേഖരൻ ഇവ നാം ത്രിമധുരമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ച് ഹിമവാൻ കൊണ്ടുകൊടുത്ത ആ പാത്രങ്ങളിലുള്ളതെല്ലാം ത്രിമധുരമാക്കി കൊടുത്തു ഭഗവാൻ. എന്നിട്ടോ സന്തുഷ്ടനായിരിക്കുന്ന ഹിമവാൻ പുഷ്പവും ചന്ദനവും പനിനീരും കൊണ്ട് ആ ത്രിമധുരം പൂജിച്ച് ഭയഭക്തിയോടുകൂടി സ്വീകരിച്ചു. ശിവപാദങ്ങളെ വന്ദിച്ച് ബ്രഹ്മദേവൻ തൊഴുകൈയോടുകൂടി ശിവസന്നിധിയിൽ നിന്നു. ബ്രഹ്മദേവന്റെ ഇംഗിതം എന്താണെന്നറിയാൻ ശിവമൂർത്തി ബ്രഹ്മദേവന്റെ മുഖത്തേക്ക് നോക്കി. ബ്രഹ്മാവ് പറഞ്ഞു, ദേവദേവ, ദേവന്മാരും മനുഷ്യരും വിവാഹ വിധിമുറകൾ മനസ്സിലാക്കുന്നതിനായി സർവലോക നായികയായിരിക്കുന്ന ശ്രീ പാർവതീ ദേവിയെ ശസ്ത്രയുക്തയായി അവിടത്തേക്ക് വിവാഹം ചെയ്തു തരുവാൻ എനിക്ക് അനുവാദം നൽകി അരുളിയാലും എന്ന് പറഞ്ഞു. ബ്രഹ്മദേവന്റെ മനസ്സറിഞ്ഞ തൃക്കണ്ണൻ ഒരു പുഞ്ചിരിയിൽ കൂടി അതിന് മൗന അനുവാദം നൽകി. വ്യാഴ ഭഗവാനും ശുക്രാചാര്യരും അരികിലിരുന്ന് വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിന് ബ്രഹ്മദേവൻ പൗരോഹിത്യം ഏറ്റെടുക്കുകയാണ്. ബ്രഹ്മദേവനാണ് പുരോഹിതനായിരിക്കുന്നത്. മഞ്ഞൾ അരച്ചുരുട്ടിയെടുത്ത് വിഘ്നേശ്വര വിഗ്രഹം നിർമ്മിച്ചു. പ്രതിഷ്ഠിക്കേണ്ട കാര്യം ശ്രീ പാർവതി പരിണയത്തിന് വേണ്ടി വന്നിട്ടില്ല.
വിഘ്നേശ്വരനെയാണല്ലോ ആദ്യം വെക്കുന്നത്. അത് ശ്രീ പാർവതി പരിണയത്തിന് വേണ്ടി വന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാനത്ത് സാക്ഷാൽ ഗണപതി ഭഗവാൻ തന്നെ ഉപവിഷ്ടനായി അനുഗ്രഹിച്ചിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ശ്രീ പാർവതി ശിവപാർവതിമാരുടെ പരിണയം ഒരു വിപ്ലവ വിവാഹമായിരുന്നു. കാരണം മാതാപിതാക്കന്മാരുടെ വിവാഹത്തിന് പുത്രൻ സന്നിഹിതനായത് തന്നെ കാരണം. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? എന്നും എപ്പോഴും ഉള്ളവനാണ് ശ്രീ ഗണപതി. മഹാദേവന്റെയും ദേവിയുടെയും വിവാഹത്തിന് ശ്രീ ഗണപതി ഉണ്ടായിരുന്നു. എന്നും എപ്പോഴും ശ്രീ ഗണപതി ഉണ്ട്. ഗജാനനെ ശിവപുത്രൻ എന്നും ഉമാസുതൻ എന്നും ശ്ലാഘിക്കുന്നത് ജ്ഞാനം, കരുണ, ദയ മുതലായ സൽ ഗുണസമ്പന്ന മൂർത്തിയായതുകൊണ്ടാണ്. ശിവപാർവതി പരിണയം നിർവിഘ്നം, ഒരു വിഘ്നങ്ങളുമില്ലാതെ ആർഭാടപൂർണമായി നടക്കുകയാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായികയായിരിക്കുന്ന ശ്രീ പാർവതി ദേവിയെ നിസ്തുല പ്രഭാവനായിരിക്കുന്ന ഗംഗാധരമൂർത്തി പാണീഗ്രഹണം ചെയ്യാൻ പോവുകയാണ്. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ പർവ്വതരാജനായിരിക്കുന്ന ഹിമവാൻ പൊന്നാണയങ്ങൾ ഇട്ടു. മഹാദേവൻ പാണീഗ്രഹണം ചെയ്തു. ശ്രീ പരമേശ്വരൻ തന്റെ ഭാര്യയായ പാർവതി ദേവിയെ കൊണ്ട് അമ്മിപ്പിള്ള ചവിട്ടിക്കുകയും, അതായത് അമ്മി വെച്ചിട്ട് ചവിട്ടില്ലേ, അങ്ങനെ അമ്മിപ്പിള്ള ചവിട്ടിക്കുകയും അരുന്ധതി ദേവി ദർശനം ചെയ്യിക്കുകയും ചെയ്തു. ഈശ്വരൻ കൈതൊട്ട് അനുഗ്രഹിച്ച് നൽകിയ ത്രിമധുരം വിവാഹത്തിൽ വന്ന എല്ലാവർക്കും പർവ്വതരാജൻ നൽകി. ആനന്ദപ്രദമായ ആ സമയത്ത് പതിയെ പിരിഞ്ഞ് ദുഃഖാകുലയായ രതീദേവി, ഈ കല്യാണമല്ല ഇവിടെ നടക്കുമ്പോ ഭർത്താവിനെ പിരിഞ്ഞ് ദുഃഖത്തോടു കൂടിയിരിക്കുന്ന രതീദേവി സർവേശ്വര പാദങ്ങളിൽ നമസ്കരിച്ച് തനിക്ക് മംഗല്യഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിച്ചു. സന്തുഷ്ടചിത്തനായിരിക്കുന്ന പാർവതീ ദേവിയുടെ മൊത്ത് കതിർ മണ്ഡപത്തിലിരുന്ന ശ്രീഹരൻ രതീദേവിക്ക് മംഗല്യഭാഗ്യം സിദ്ധിക്കുമാറാകട്ടെ എന്ന് അനുഗ്രഹിച്ച് മന്മഥനെ മനസ്സിലോർത്തു മഹാദേവൻ. ശിവകോപാഗ്നിയിൽപ്പെട്ട് വെന്തു വെണ്ണീറായി നിന്നിരുന്ന മന്മഥൻ വീണ്ടും ഈശ്വര സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ പറഞ്ഞു, മന്മഥ, നീ രതിയുടെ ദൃഷ്ടിയിൽ പ്രത്യക്ഷനായും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അപ്രത്യക്ഷനായും അനംഗനായും ഭവിക്കുന്നതാണ്. പുനർജന്മം ലഭിച്ച മന്മഥൻ സുമംഗലിയായി തീർന്ന രതീദേവിയും ഈശ്വരന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഹൃദയശുദ്ധിയോടുകൂടി തന്നെ ഭജിക്കുന്നവർക്ക് ഇഷ്ടവരപ്രധാനങ്ങൾ നൽകുന്നവനാണ് ആര്? സർവേശ്വരനായിരിക്കുന്ന മഹാദേവൻ. രതിയും മന്മഥനും ശ്രീ പരമേശ്വരന്റെ അനുവാദത്തോടുകൂടി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി മടങ്ങി. ഹരിയും ബ്രഹ്മനും ദേവേന്ദ്രനും ദേവന്മാരും ഋഷികളും എല്ലാവരും ഈശ്വരനെ തൊഴുതു പ്രാർത്ഥിച്ച് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഈശ്വരാനുഗ്രഹ സിദ്ധിയിൽ ലഭിക്കുന്ന സുഖസമാധാനങ്ങളിൽ ഊറ്റം കൊള്ളുന്ന സുരലോകവാസികൾ, എല്ലാ ലോകങ്ങളിലെയും നിവാസികൾ ആ സന്തുഷ്ടമായിരിക്കുന്ന സുഷുപ്തിയിൽ നിമഗ്നരായി തങ്ങൾക്ക് അരുളുന്ന ശ്രേയസ്സും പ്രദാനം ചെയ്ത് ഭഗവാനെ തന്നെ മറയ്ക്കുന്നു. അത്രയും മനോഹാരിതയോടുകൂടി ദേവിയും ഭഗവാനും നിൽക്കുകയാണ്. അപ്പോ നന്ദികേട്, അഹങ്കാരം, തിന്മ മുതലായ ദുർഗുണങ്ങളെല്ലാം ജന്മമെടുക്കും. ആ ദുർഗുണങ്ങളുടെ മൂർത്തിഭാവമാണ് അസുരന്മാർ. അസുരഗണങ്ങളിൽ കൂടി സമാധാനം നഷ്ടപ്പെടുകയും സുഖജീവിതം അപകടത്തിലാവുകയും ചെയ്യുമ്പോൾ ദേവന്മാർ വീണ്ടും ഈശ്വരന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. അപ്രകാരം അവരിൽ ഈശ്വര ചിന്ത ജനിക്കും. അഹങ്കാരം നശിക്കുകയും സ്വയം ബോധവാന്മാരായി തീരുകയും ചെയ്തു. എപ്പോഴാണോ അഹങ്കാരം വെടിഞ്ഞ് ഈശ്വരനെ സ്മരിക്കുന്നത്, അവിടെ ഈശ്വരന്റെ ചിന്ത മനസ്സിൽ ഉണരുമ്പോൾ നന്ദികേട്, വൈരാഗ്യം, വിദ്വേഷം ഇതെല്ലാം മാറും. ഈശ്വര ചിന്ത ഉള്ളിൽ ഉണരും. മുജ്ജന്മ സുഹൃത ഫലത്താലാണോ നശ്വരമായ ഭാഗ്യസിദ്ധിയിലാണോ ലോകത്തിൽ ഒരുവാൻ ധനികനാകുന്നതെങ്കിൽ ഈശ്വര കാരുണ്യത്തിലാണ് അതെല്ലാം ലഭിച്ചതെന്ന് സമ്മതിക്കുവാൻ അല്പനായ മനുഷ്യൻ വൈമനസ്യം കാണിക്കുന്നു.
മുജ്ജന്മ സുഹൃതം കൊണ്ടാണോ അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ നമ്മൾ ഈ ലോകത്തിൽ കുറച്ച് പൈസയും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് എന്ന് നമ്മൾ പോലും മറന്നു പോവാണ്. അല്ലെ, ധനം വരുമ്പം എല്ലാം മറന്നു പോകും, ആരെയും ഓർക്കില്ല. എല്ലാം തന്റെ കഴിവ് കൊണ്ട് മാത്രമാണെന്ന് മനുഷ്യൻ അഹങ്കരിക്കും. തനിക്ക് സിദ്ധിച്ചിരിക്കുന്ന സൗഭാഗ്യം ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് പങ്കുവെച്ച് ദാനമെന്ന സത്കർമ്മം ചെയ്യാൻ ധിക്കാരികളായ മനുഷ്യൻ മറന്നു പോവുകയാണ്. ധനം വരുമ്പോൾ അവന്റെ സ്വാർത്ഥമായ ചിന്താഗതി നന്ദികേടായും അഹങ്കാരമായിട്ടും മാറുകയാണ്. ആ പരിണിത പാപ ഫലങ്ങളിൽ കൂടി എന്താ ലഭിക്കുന്നത്? ദാനധർമാദികൾ ചെയ്യാതെ വരുമ്പോ കഷ്ടനഷ്ടങ്ങൾ, ആരോഗ്യനാശം, മാനഹാനി, നഷ്ടസ്വസ്ഥത മുതലായവയെല്ലാം നേരിടേണ്ടി വരികയാണ്. അപ്പോ അവന് മനസ്സ് മാറും. ദുരിതങ്ങൾ വരുമ്പോ അവന്റെ മനസ്സ് മാറും. അതുവഴി സത്കർമ്മങ്ങളിലേക്ക് അവന്റെ മനസ്സ് തിരിയും. ലോകം തുടങ്ങിയ കാലം മുതൽ അവസാനിക്കുന്നത് വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. പണം വരും, അഹങ്കാരം വർദ്ധിക്കും, എല്ലാം നശിക്കുമ്പോൾ നല്ലതിലേക്ക് തിരിയും. ലോകത്തെ മായാ പ്രപഞ്ചം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ്. ശിവകോപാഗ്നിയിൽപ്പെട്ട് ഭസ്മമായി തീരുന്ന മന്മഥന് അരൂപിയായിട്ടെങ്കിലും ഭഗവാൻ പുനർജന്മം നൽകിയിരിക്കുകയാണ്. മോഹം എന്ന മാസ്മരിക ശക്തിക്ക് അടിമപ്പെട്ട് മായ എന്ന നാടകം ആവർത്തിക്കപ്പെടുന്നതിനായിരിക്കാം വീണ്ടും മന്മഥൻ ജന്മമെടുത്തിരിക്കുന്നത്. ഉമാദേവിയോടുകൂടി കതിർ മണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിയ ശ്രീ പരമേശ്വരൻ ഋഷഭ വാഹനത്തിലേറി തന്റെ വാമഭാഗത്ത് ശ്രീ പാർവതീ ദേവിക്ക് സ്ഥാനം നൽകി. ഇനി മുതൽ എന്റെ വാമഭാഗത്ത് അവിടുന്ന് ഉണ്ടാകുമെന്ന് പാർവതീ ദേവിക്ക് സ്ഥാനം കൊടുത്ത് നേരെ സഹ്യാദ്രിയിലേക്ക് പോയി അഗസ്ത്യമുനിയുടെ അടുത്തേക്ക്, അല്ലെ, കൈലാസാദ്രിയെ പ്രാപിച്ച ശിവപാർവതിമാർ ദേവന്മാർക്ക് യാത്രാനുമതി നൽകി. ഈശ്വരപാദങ്ങളെ വന്ദിച്ച ദേവന്മാർ തങ്ങളുടെ ദുഃഖ വിനാശ സമയം വിദൂരത്തല്ല എന്ന സമാധാനത്തോടെ യാത്ര പോയി. ഞങ്ങളെല്ലാം അസുരന്മാരുടെ അവർ നൽകുന്ന കഷ്ടതകളിൽപ്പെട്ട് വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ശിവപാർവതി പരിണയം നടന്നു, ഇനി ഒരുപാട് ദൂരത്തല്ല ഞങ്ങളുടെ സന്തോഷം എന്ന് ദേവന്മാർക്ക് മനസ്സിലായി. പാർവതി സമേതനായി ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച ഗംഗാധരൻ വാമഭാഗത്ത് ശ്രീ പാർവതീ ദേവിയെ ഉപവിഷ്ടയാക്കി ജ്ഞാനപീഠത്തിൽ അമർന്ന് യോഗനിഷ്ഠയെ പ്രാപിച്ചു. ശക്തിയും ശിവനും വേറെ വേറെ ശക്തികളാണെന്ന് ധരിക്കുന്നത് സത്യമല്ല. ശക്തിയും ശിവനും ഒന്നു തന്നെയാണ്. ശക്തി പ്രത്യക്ഷവും ശിവം അപ്രത്യക്ഷവുമാണ്. ശിവനും ശക്തിയും ചേർന്ന സ്വരൂപ ഭാവമാണ് ശരീരം. ശരീരത്തിലുള്ള താപനില, താപം ശിവനാണെങ്കിൽ ചലനനിലയിൽ ഭവിക്കുന്നതാണ് ശക്തി. ചൂടുണ്ടെങ്കിലേ ശരീരം ചലിക്കും, അല്ലെ? നമ്മുടെ ശരീരം എപ്പോഴാണ് ചൂടില്ലാതെയാവുന്നത്, താപം നഷ്ടപ്പെടുന്നത്? ശിവം നഷ്ടപ്പെടുമ്പോ, അതായത് ചൂട് നഷ്ടപ്പെടുമ്പോ. അപ്പൊ ചലനമില്ല, അപ്പൊ എന്തായി? ശവമായി, അല്ലെ? അപ്പൊ ശിവൻ എന്ന് പറയുന്നത് ശരീരത്തിലെ താപമാണ്, ചൂടാണ്. ശക്തി എന്ന് പറയുന്നത് ചലനമാണ്, ജീവനാണ്. താപമുണ്ടെങ്കിലേ ജീവനുള്ളൂ, ജീവനുണ്ടെങ്കിലേ താപമുള്ളൂ. ജീവനും താപവും ചേർന്നാൽ ശരീരം എന്തായി? ശിവമായി, ശിവശക്തിയായി. ഇനി ശിവനും ശക്തിയും ഇല്ലെങ്കിൽ ശരീരം എന്തായി? ശവമായി. ക്ലിയർ? ശിവശക്തികളില്ലാതെ ശരീരമില്ല, ചലനവുമില്ല. ശിവശക്തി സംയോഗ നിലയിലാണ് വിവാഹം എന്ന് നാം കരുതുന്നത്. ശിവനും ശക്തിയും ഉണ്ടെങ്കിലേ ശരീരമുള്ളൂ. ശിവനും ശക്തിയും ഇല്ലെങ്കിൽ ശരീരം ശവമായി. ക്ലിയർ? ഇനി എന്താ എടുക്കാൻ പോണത്? മതിയോ? ഒരു മിനിറ്റ്. ഇനി കുമാരസംഭവമാണ് എടുക്കേണ്ടത്. പക്ഷെ അത് ഇന്ന് എടുക്കുന്നില്ല, ക്ഷമിക്കണം. അരമണിക്കൂർ കൊണ്ട് തീരില്ല. അത് വലുതാണ്, വലിയ ചാപ്റ്ററാണ്. ഏകദേശം ഏഴ് പേജുണ്ട്. 7 പേജിന്റെ 2 വശങ്ങൾ എന്ന് പറയുമ്പോൾ 14 ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തീരില്ല. കുമാരസംഭവം നാളത്തെ ക്ലാസ്സിൽ. അപ്പോൾ ശിവശക്തി പരിണയൊക്കെ കഴിഞ്ഞു.
അതെ 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 അതെ. ഇനിയിപ്പോ ഊണ് കഴിച്ചിട്ട് പിന്നെ കേൾക്കാം. സദ്യവട്ടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവര് കൈലാസത്തിലെത്തി രണ്ടാളും. നമുക്ക് നേരെ കൈലാസത്തിൽ പോവാം. യോ നമ്മളെ ചാമ്പലാക്കി കളയോ ഭഗവാൻ. ശരി, രാജി മാതാജി പോയി ഉറങ്ങും. ഇനി നാളെ കുമാരസംഭവം. കുമാരസംഭവം നാളെ രാത്രി 8:30-ക്കല്ല, 8 മണിക്കാണ്. കാരണം 8 മുതൽ 10 വരെ എടുത്താലേ കുമാരസംഭവം കഴിയൂ. അത് നമുക്ക് ഒറ്റ ചാപ്റ്ററിൽ എടുക്കാം, ഒറ്റ ക്ലാസ്സിൽ എടുക്കാം കുമാരസംഭവം. ഓക്കെ, അപ്പൊ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയില്ലേ? ദേവന്മാരെല്ലാരും പോയി, എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും പോയി. നമ്മളും ഒക്കെ നമ്മുടേതായ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. ഇനി നാളത്തെ ക്ലാസ്സിൽ കുമാരസംഭവം കൃത്യം 8 മുതൽ 10 വരെ നാളെ കുമാരസംഭവം. ഹരേ കൃഷ്ണ.